ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ വാനറിനെ ചൊടിപ്പിക്കാൻ വേണ്ടി മിസ്സു നല്ല കുട്ടിയാണെന്നും മിസ്സുവിനെ കല്യാണം കഴിക്കാൻ തനിക്ക് താല്പര്യമാണെന്നും വാനറിൻ്റെ കസിനായതുകൊണ്ട് തന്നെ മിസ്സുവിനെ തനിക്ക് ഇഷ്ടമാണെന്നും പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞുകൊണ്ടിരിക്കെ അത് കേട്ടുകൊണ്ട് വരുന്ന മിസ്സുവിനെ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. മിസ്സുവിനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന 4 പേരെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ഏതായാലും വന്നതല്ലേ, എന്നാൽ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ക്ഷണിക്കുന്നു. അവളെ കണ്ടതും വാനർ ചോദിക്കുന്നു, ഇത്ര നേരമായിട്ടും മിസ്സു എന്താ ഉറങ്ങാത്തേ എന്ന് ചോദിക്കുന്നു. അന്ന് കുതിരയിൽ നിന്നും പ്രിൻസ് ഹീച്ചിങ് എന്നെ രക്ഷിച്ചില്ലയോ, അതിന് നന്ദി സൂചകമായി പ്രിൻസ് ഹീച്ചിങ്ങിന് വേണ്ടി ഒരു ടവൽ ഞാൻ എംബ്രോയിഡറി ചെയ്തു, അത് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് പ്രിൻസ് ഹീച്ചിങ്ങിന് ടവൽ അവൾ കൊടുക്കുന്നു. എംബ്രോയിഡറി കണ്ട് മനഃപൂർവ്വം തന്നെ പ്രിൻസ് ഹീച്ചിങ് അതിനെ പുകഴ്ത്തുകയും അത് കണ്ട് വാനറിന് ഒരുപാട് അസൂയ തോന്നുകയും ചെയ്തു. പ്രിൻസ് ഹീച്ചിങ്ങിന്റെയും വാനറിന്റെയും പരസ്പരമുള്ള ഈ അസൂയപ്പെടുത്തൽ കണ്ട് നമ്മുടെ ഹീറോയിന് തന്നെ ഒരുപാട് സങ്കടമായി. അവൾ പറഞ്ഞു, ഈശ്വര, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. പ്രിൻസ് ഹീച്ചിങ് മിസ്സുവിനെ പുകഴ്ത്തുന്നത് കണ്ടിട്ട് വാനർ പറയുന്നു, ഞാനും പ്രിൻസും കിങ്ങും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. നിങ്ങളുടെ കല്യാണത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ കല്യാണത്തിൽ എൻ്റെ വക ഞാൻ നല്ലൊരു സമ്മാനം തരുന്നുണ്ട്. അതൊരു കപ്പിൾ ബ്രേസ്ലെറ്റ് ആണ്, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു. അത് കേട്ടിട്ടും കിങ് പണ്ടത്തെ കാര്യം ആലോചിക്കുന്നു. പണ്ട് വാനറും പ്രിൻസ് ഹീച്ചിങ്ങും കൂടി ഒരുമിച്ച് കളിതമാശയോടെ ചിരിച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ കിങ് ഓടി വന്ന് പറയുന്നു, നിങ്ങൾ നല്ല കപ്പിളാണ്. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. നിങ്ങളുടെ കല്യാണത്തിന് അന്ന് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു സമ്മാനം തരാം. ഞാൻ ഇന്ന് എൻ്റെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോയപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ നല്ല കപ്പിൾ ബ്രേസ്ലെറ്റ് ഉണ്ട്. അത് അണിയുന്നവർ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ കാലാകാലം ജീവിച്ചിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം എന്ന് പറയുന്ന കാര്യം കിങ് ഓർക്കുന്നു. അത് കേട്ടിട്ട് മിസ്സു ചോദിക്കുന്നു, എന്താ ആ ബ്രേസ്ലെറ്റിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വാനർ പറയുന്നു, ഇല്ല, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് ആണ്. എനിക്കോ എൻ്റെ കല്യാണത്തിന് ഇടാൻ കഴിഞ്ഞില്ല. ഇനി നീ നിന്റെ കല്യാണത്തിന് ഇട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വാനറിന്റെ അവസ്ഥ കണ്ട് ആശ്വസിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ഹീറോയിനും അവളുടെ പുറകെ പോകുന്നു. റൂമിലെത്തി സങ്കടത്തോടെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വാനറിനോട് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, വാനറെ, നിങ്ങൾക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെ ഇപ്പോഴും ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, നിനക്കൊരു കഥ കേൾക്കണോ? ചെറിയൊരു കഥയാണ്, നിനക്കതിന് സമയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അതെ, ഞാൻ കേട്ടോളാം, നിനക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും എന്നോട് പറയാൻ പറയുന്നു. അങ്ങനെ വാനർ പറഞ്ഞു തുടങ്ങുന്നു, എൻ്റെ അച്ഛൻ മിനിസ്റ്റർ സൂയി എംപ്രസ് ഡോവേജന്റെ ആങ്ങളെയാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ടേ ഞങ്ങളിൽ ഒരാൾ കിങ്ങിനുള്ളതാണെന്നും ഞങ്ങൾ എംപ്രസ് ആവേണ്ടതാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചേച്ചിയുണ്ട്, അതുകൊണ്ട് തന്നെ ചേച്ചിയാണ് കിങ്ങിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രിൻസ് ഹീച്ചിങ്ങിനും ചേച്ചി കിങ്ങിനും ഉള്ളതാണെന്ന് ചെറുപ്പം തൊട്ടേ പറഞ്ഞു പരത്തിയിരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ ചേച്ചിക്ക് എന്തോ ഒരു അസുഖം പിടിപെട്ട് പെട്ടെന്ന് മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് എന്നെ കല്യാണം കഴിപ്പിച്ചു. അന്ന് എൻ്റെ സമ്മതം ആരും ചോദിച്ചില്ല, എൻ്റെ സങ്കടം ആരും കണ്ടില്ല. എല്ലാവർക്കും വേണ്ടത് എംപ്രസിന്റെ സ്ഥാനമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, നീ ഈ കാര്യം പ്രിൻസ് ഹീച്ചിങ്ങിനെ അറിയിച്ചില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വാനർ പറയുന്നു, ഞാൻ അറിയിക്കാൻ വേണ്ടി ലെറ്റർ എഴുതാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കിനും പ്രിൻസ് ഹീച്ചിങ്ങിന്റെ ലെറ്റർ പറഞ്ഞു, ഇനി എന്നെ കാത്തിരിക്കല്ലേ, ഞാനിനി വരില്ല, നല്ലൊരു ഇണയെ നീ കണ്ടുപിടിച്ച് സുഖമായി ജീവിക്കണം എന്ന് പറഞ്ഞ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഓർക്കുന്നു, അവൾ ഒരിക്കൽ പ്രിൻസ് ഹീച്ചിങ്ങിന്റെ റൂമിൽ വാനറിന്റെ ഒരു പെയിന്റിംഗ് കണ്ടായിരുന്നു. ആ വിവരം വാനറിനോട് അവൾ പറഞ്ഞു, നീ ഈ ലെറ്ററിന്റെ കാര്യമൊക്കെ പ്രിൻസ് ഹീച്ചിങ്ങിനോട് പറഞ്ഞോ, കാരണം ലെറ്റർ ആർക്ക് വേണേലും എഴുതാം എന്ന് പറഞ്ഞു. അപ്പോൾ വാനർ പറയുന്നു, ഒരിക്കലും ഇല്ല, എനിക്ക് പ്രിൻസ് ഹീച്ചിങ്ങിന്റെ ഹാൻഡ് റൈറ്റിംഗ് അറിയാം, അത് പ്രിൻസ് ഹീച്ചിങ് തന്നെ എഴുതിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഹാൻഡ് റൈറ്റിംഗ് ആർക്ക് വേണേലും കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ, നീ പ്രിൻസ് ഹീച്ചിങ്ങിനോട് തന്നെ സംസാരിക്കണം, കാരണം പ്രിൻസ് ഹീച്ചിങ് ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വാനറിന് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ജോലി ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിരുന്നു, ഈ കാര്യമെല്ലാം നീ പ്രിൻസ് ഹീച്ചിങ്ങിനോട് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് അവൾ അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനും കിങ്ങും കൂടി വേഷം മാറി മിനിസ്റ്റർ ലീയിലെ കാണാൻ പോകുന്നതാണ്. നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ ലൂ പറയുന്നു, താങ്കൾ പെൺവേഷം കെട്ടിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ആണാണെന്ന് ആരും പറയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് പറയുന്നു, താങ്കൾക്ക് എന്തറിയാം, ഇവൾ ശരിക്കും പെണ്ണ് തന്നെയാണ് എന്ന് പറയുന്നത് കേട്ട് ലൂ അന്തം വിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ കുതിരപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ ഹീറോയിനോടും അവളുടെ കുതിരപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോൾ അവൾ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഹീറോ അവളെയും കൂടി അവൻ്റെ കുതിരപ്പുറത്ത് കയറി അവർ യാത്ര തിരിച്ചു. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മറഞ്ഞിരുന്ന് ഒരു സ്പൈ കാണുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷത്തോടെ വാനർ ഇരിക്കുമ്പോൾ വാനറിന്റെ ഡോറിന് ഒരു മുട്ട് കേൾക്കുന്നു. തുറന്നു നോക്കിയപ്പോൾ അത് മിസ്സു ആണ്. മിസ്സു വാനറിനോട് പറയുന്നു, നമുക്ക് പുറത്ത് പോയി കുറച്ച് സംസാരിക്കാം, താങ്കൾ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി പുറത്ത് സംസാരിക്കാൻ പോകുന്നു. അങ്ങനെ മിസ്സു പറയുന്നു, നിങ്ങളും എമിസേരിയും കൂടി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാനും കേട്ടു. വാനർ, നിങ്ങൾ ഇപ്പോൾ കിങ്ങിന്റെ ഭാര്യയാണ്, നിങ്ങൾ എന്തിനാ ഇപ്പോഴും പ്രിൻസ് ഹീച്ചിങ്ങിനെ സ്നേഹിക്കുന്നത്? നിങ്ങൾ പ്രിൻസ് ഹീച്ചിങ്ങിനെ മറന്നേക്ക്, ഞാൻ പ്രിൻസ് ഹീച്ചിങ്ങിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെ കല്യാണം കഴിക്കണം, നിങ്ങൾ എനിക്കൊരു തടസ്സമാവരുത് എന്ന് പറഞ്ഞ് 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. ആ വാക്കുതർക്കത്തിന്റെ ഇടയിൽ വാനർ കാൽ വഴുതി കൊക്കയിലോട്ട് വീഴുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനും കൂടി മിനിസ്റ്റർ ലീയെ കാണുന്നതാണ്. മിനിസ്റ്റർ ലീയെ കണ്ടതും നമ്മുടെ ഹീറോയിൻ അന്തം വിട്ടു, കാരണം മിനിസ്റ്റർ ലീക്ക് അവളുടെ അച്ഛൻ്റെ അതേ മുഖമായിരുന്നു. അവളുടെ അച്ഛനെ കണ്ടതും അവൾ ആലോചിക്കുന്നു, ഓ, ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തുകൊണ്ടാവും എന്നെ ഇവിടെ ദൈവം എത്തിച്ചത് എന്ന് വിചാരിക്കുന്നു. ഹീറോയിനെ കണ്ടതും മിനിസ്റ്റർ ലീയും, ഓ, താങ്കളാണല്ലേ എമിസറി, താങ്കളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ വേറൊരു സ്പൈ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പ്രിൻസ് ഹീച്ചിങ്ങിനോട് പറയുന്നതാണ്. അപ്പോൾ പ്രിൻസ് ഹീച്ചിങ്ങിന്റെ ബോഡി ഗാർഡായിരുന്നു ആ സ്പൈ. അവരത് സംസാരിച്ചുകൊണ്ടിരിക്കെ വാനറിനെ
വാനറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു സെർവന്റ് ഓടി വന്നു. വാനറിനെ കാണാനില്ലേ, വാനർ എവിടെയാ പോയത്, വാനർ അവസാനമായി ആരെയാ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളും പരിഭ്രാന്തനായി നമ്മുടെ പ്രിൻസ് ഹീച്ചിങ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയും ഹീറോയിനും മിനിസ്റ്റർ ലീയും കൂടി കനാലിന്റെ നിർമ്മാണം കാണാൻ അങ്ങോട്ട് പോയി. എല്ലാവരും റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ കിങ് ചോദിക്കുന്നു, ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ഇനി 6 ദിവസം കൂടി നമുക്ക് ഡെഡ് ലൈൻ ഉള്ളൂ, അതിനുള്ളിൽ വെള്ളത്തിന്റെ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് കിങ് പറയുന്നു. അത് കേട്ടിട്ട് മിനിസ്റ്റർ ലീ അവരെ അണ്ടർഗ്രൗണ്ട് കനാലിലോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നു, ദാണ്ടെ ഇവിടെ വെളിച്ചമില്ല, അതുകൊണ്ട് തന്നെ ഏത് ദിശയിലോട്ടാണ് കുഴിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പലപ്പോഴും ദിശ മാറി കുഴിച്ചിട്ട് അത് ആ ദിശയല്ല എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെയും അത് മൂടിയിട്ട് പിന്നെയും ഫസ്റ്റ് തൊട്ട് കുഴിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പോയ 6 ദിവസം കൊണ്ട് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ കറക്റ്റ് ദിശ അറിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വാനറിനെ തെരഞ്ഞ് ആ താഴ്വാരം മുഴുവനും അരിച്ചു പറക്കുന്ന പ്രിൻസ് ഹീച്ചിങ്ങിനെയാണ്. അതിനിടയിൽ അവളുടെ ഒരു കർച്ചീഫ് അവന് കിട്ടി. അങ്ങനെ അവൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവളെ അലറി വിരിച്ച് തെരയുന്നു. അങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവളെ കണ്ടു. അവളെ കണ്ടതും ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ ഉറക്കെ കരയുന്നു. വാനർ, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലുമില്ല, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, നീ എന്തിനാ എന്നെ വിട്ടുപോയേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കരയുന്നു. അത് കേട്ടതും വാനർ പറയുന്നു, നീ എന്താ എന്നോടിത് നേരത്തെ ഒന്നും പറയാഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ എണീക്കുന്നു. വാനറിന് ബോധം വന്നത് കണ്ട് ആശ്വാസത്തോടെ നമ്മുടെ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, എന്നാ വാ നമുക്ക് വേഗം ഡോക്ടറിനെ കാണിക്കാം, നിന്റെ മേത്താകെ ചോരയുണ്ട്, എവിടെയൊക്കെ മുറിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും എന്റെ മുറിയല്ല, ദാണ്ടെ ആ കാണുന്ന മരത്തിന്റെ പഴങ്ങളുടെ നിറമാണ് അത് എന്ന് പറയുന്നു. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിൻ മിനിസ്റ്റർ ലീ എന്റെ അച്ഛനല്ല, പക്ഷെ എന്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്, എനിക്ക് അയാളുമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, പക്ഷെ അയാൾ അത് തെറ്റിദ്ധരിക്കോ എന്ന് കരുതിയിരിക്കുമ്പോൾ മിനിസ്റ്റർ ലീ ആ വഴി വരുന്നു. അപ്പോൾ മിനിസ്റ്റർ ലീയോട് പറയുന്നു, എനിക്ക് താങ്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ബഹുമാനമുണ്ട്, ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടുന്നു. അത് കണ്ടത് മിനിസ്റ്റർ ലീ അന്തം വിടുന്നു. എന്നിട്ട് പറയുന്നു, അയ്യോ ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അയ്യോ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞ്, എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് ഒരുപാട് നാളായി, എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു, നിങ്ങളെ കാണാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ മിനിസ്റ്റർ ലീക്കും ഒരുപാട് സന്തോഷമായി. അടുത്ത സീനിൽ വാനറിന്റെ അച്ഛനോട് ഒരു സ്പൈ വന്ന് പറയുന്നു, ഞാൻ ടെമ്പിളിൽ പോയായിരുന്നു, എല്ലാവരെയും മെഡിറ്റേഷനിൽ ഇരുത്തിട്ട് കിങ്ങും ഒരു പെണ്ണും കൂടി എങ്ങോട്ടോ പോയി, ആ പെണ്ണിനെ കാണാൻ എമിസരിയെ പോലെ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതും മിനിസ്റ്റർ സൂയി പറയുന്നു, ഓ അവളൊരു പെണ്ണായിരുന്നല്ലേ, വെറുതെ അല്ല കിങ്ങിന് വാനറിനോട് ദേഷ്യം, വാനറിനെ അടുപ്പിക്കാത്തത്, ഇനി ഒന്നും നോക്കണ്ട, അവളെ അങ്ങ് കൊന്നേക്ക്, എന്റെ മകളുടെ ജീവിതത്തിന്റെ തടസ്സം നിൽക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കിങ്ങും ഹീറോയിനും കൂടി കനാൽ നിർമ്മിക്കുന്ന നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കിങ് പറയുന്നു, ഇവിടെ വെള്ളത്തിന്റെ നല്ല പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും അത് ശരിയാക്കണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കേ നമ്മുടെ കിങ്ങിന്റെ നിഴല് കണ്ട് ഹീറോയിൻ അവനോട് അവിടെ നിൽക്കാൻ പറയുന്നു. നിന്നതും അവന്റെ നിഴലിൽ 2 കണ്ണും മൂക്ക് വെച്ച് കൊടുത്തിട്ട് ദാ നിങ്ങൾ ഇതേപോലെയാണെന്നും പറഞ്ഞ് കളിയാക്കുന്നു. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനെയും അവന്റെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് അവനും അതേപോലെ അവൾക്ക് കണ്ണും മൂക്കും വെച്ച് കൊടുത്തിട്ട് അവളോട് പറയുന്നു, ദാ ഇതേപോലെ നീയും എന്നും എൻ്റെ കൂടെ നിഴലായി കൂടെ ഉണ്ടാവണം എന്ന് അവൻ പറയുന്നു. ആ ശരി ഉണ്ടാവും, തൽക്കാലത്തേക്ക് കനാലിന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു, വേഗം വാ, നിങ്ങൾക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും റൂമിലോട്ട് പോകുന്നു. റൂമിലെത്തിയ ശേഷം ഒരു മെഴുകുതിരിയും അതിന്റെ മുമ്പിൽ ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നു, കണ്ടോ വെളിച്ചത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും നിഴല് വരുന്നത്, ഇതേപോലെ കനാലിന്റെ എൻട്രൻസിന്റെ അവിടെ ഒരു വെളിച്ചവും അതിന്റെ മുമ്പിൽ ഒരു വടിയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വടിന്റെ നിഴല് പോകുന്നതിനനുസരിച്ച് അവിടെയുള്ള ജോലിക്കാർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കനാൽ കുഴിച്ചു പോകാം എന്ന് പറയുന്നു. അത് കിങ്ങിനും മിനിസ്റ്റർ ലീക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇപ്പുറത്ത് നേരം ഇരുട്ടിയതുകൊണ്ട് തന്നെ വഴി തെറ്റി വാനറും പ്രിൻസ് ഹീച്ചിങ്ങും അവിടെ കുടുങ്ങിപ്പോയിരുന്നു. പ്രിൻസ് ഹീച്ചിങ്ങിനോട് വാനർ പറയുന്നു, ഞാൻ വിചാരിച്ചു നിനക്കെന്നെ വേണ്ട എന്ന്, നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. അത് കേട്ടതും പ്രിൻസ് ഹീച്ചിങ് ചോദിക്കുന്നു, എന്നെ കുറിച്ച് നീ അങ്ങനെയാണോ വിചാരിച്ചത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം കള്ളമാണെന്നാണോ നീ പറയുന്നത്, നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞ് ബോർഡറിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഞാൻ പോകുന്നത് എന്ന് നിനക്കറിയാമോ, യുദ്ധത്തിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ പോകുന്നത്, പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേനും നിന്റെ കല്യാണം കഴിഞ്ഞു, നീയല്ലേ എന്നെ വിട്ടുപോയത് എന്ന് പറയുന്നു. പിന്നെ നിങ്ങളല്ലേ എന്നോട് വേറെ കല്യാണം കഴിച്ചോ, ഞാനിനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചത് എന്ന് വാനർ പറയുന്നു. അപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു ലെറ്റർ ഞാൻ ഒരിക്കലും എഴുതിയിട്ടില്ല, നിന്നെ പിരിയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, ഇതിലെന്തോ ചതി സംഭവിച്ചിട്ടുണ്ട്, നമ്മളെ രണ്ടുപേരെയും ആരോ പറ്റിക്കുകയായിരുന്നു, ഇനി കിങ്ങെങ്ങാനുമാണോ നമ്മളെ പറ്റിച്ചത് എന്ന് പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞപ്പോൾ വാനർ പറയുന്നു, അല്ല കല്യാണം കഴിഞ്ഞ് റൂമിൽ എത്തുവോളം അവൻ അറിയില്ലായിരുന്നു ഞാനാണ് കല്യാണ പെണ്ണെന്ന്, അതിനുശേഷം അവൻ എന്നെ ഇതുവരെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. അത് കേട്ടതും രണ്ടുപേർക്കും മനസ്സിലായി അവരെ ആരോ പറ്റിച്ചതാണ്, ചതിച്ചതാണെന്ന്. അങ്ങനെ രണ്ടുപേരും അവരുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി ഒന്നിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്